ുണ്ടാവും. പക്ഷേ ഈ ഒരു പരിഷ്കരണം വരുമ്പോൾ ഇതൊക്കെ പരിഷ്കരണമാണ്, ഇതൊക്കെ ഞങ്ങൾ പണ്ടേ നടപ്പാക്കിയതല്ലേ എന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. തിരുവനന്തപുരത്തെ കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് PK ഹാത്തിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. CP, ഞാനിപ്പോഴുള്ളത് കാര്യവട്ടം ക്യാമ്പസിലുള്ള ഹൈടെക്, അതായത് 3 വർഷം മുന്നേ തന്നെ തുടങ്ങിയ ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ്. ബിടെക് കാര്യവട്ടം ക്യാമ്പസിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളായ 6 പേർ ചേർന്ന് തുടങ്ങിയ ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് ഇവിടെയുള്ളത്. ഇതിൽ പ്രധാനമായും നമ്മുടെ പരിഷ്കരണങ്ങൾ, അതായത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിഷ്കരണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ആണ്. ഇവർ നേരത്തെ തന്നെ ഒരു 3 വർഷം മുന്നേ തന്നെ ഈ ഒരു റിവേഴ്സ് പാർക്കിംഗ് സംവിധാനം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പ്രധാനപ്പെട്ട എല്ലാ പരിഷ്കാരങ്ങളും ഉൾച്ചേർന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളാണ്. അതിൻ്റെ ഇൻസ്ട്രക്ടർ കൂടിയായ ജിജോ ആണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ജിജോ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂറിൻ്റെ ഒരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ആൾക്കാരും ഡിഫറൻ്റ് ആണ്. ഇപ്പം 10 മണിക്കൂറിൽ ഒരാൾ ഒരു ഡ്രൈവിംഗ് എന്നല്ല ഒരു സ്കില്ലും പഠിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ ആൾക്കും അവരുടെ സ്പീഡിൽ പഠിക്കുക. അത് ചിലപ്പോൾ 10 മണിക്കൂർ പഠിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ 40 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും. അവരുടെ സ്പീഡിൽ പഠിക്കുക. പുതിയ പരിഷ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഇപ്പം പുതിയ പരിഷ്കാരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നേരത്തെ തന്നെ നിങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ഡ്രൈവിംഗ് എന്ന് പറയുമ്പം എല്ലാം ഒരു സേഫായിട്ട് റോഡിൽ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ച് ഓടിക്കുന്നതാണ് ഡ്രൈവിംഗ്. അല്ല 4 ഗിയർ മാറുന്നതല്ല ഡ്രൈവിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോൾ അതായത് ഇവിടെ പ്രധാനമായും ഈ കാര്യവട്ട ക്യാമ്പസിലുള്ള പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്നത് ലൈസൻസ് എടുത്ത ആളുകളാണ്. ലൈസൻസ് എടുത്ത 80, അതായത് 1000-ഓളം പേർക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. അതായത് വെറുതെ ഒരു റോഡ് ടെസ്റ്റും ഒരു എച്ചും എടുക്കുക മാത്രമല്ല, ഈ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റിവേഴ്സ് പാർക്കിംഗ്, കയറ്റിറക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇതൊരു പരിഷ്കരണം, ഇപ്പോൾ തുടങ്ങിയ ഒരു പരിഷ്കരണമല്ല, നേരത്തെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഈ പരിഷ്കരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് CP നമുക്കറിയാൻ കഴിയുന്നത്.